ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും വിമർശനം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലം ശ്രദ്ധിച്ചാൽ പോരെന്നും മണ്ഡലം ശ്രദ്ധിച്ചവർ വിജയിച്ചതിന് ഉദാഹരണം കഴക്കൂട്ടവും ചാത്തന്നൂരുമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കത്തോലിക്ക സഭയ്ക്കെതിരായ പരാമർശത്തിൽ പി.സി. ജോർജിനും ഷോൺ ജോർജിനും വിമർശനമുണ്ട്. പരാമർശം അനവസരത്തിൽ എന്ന നേതാക്കൾ വിലയിരുത്തി. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, രൂക്ഷ വിമർശനം ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലത്തിലേക്ക് വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത്ര ശരിയല്ല എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുകയാണല്ലോ. തീർച്ചയായും അനുഭവ തിരുവനന്തപുരത്ത് അതായത് മാരാർജി ഭവനിൽ നിന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായത്. ഏറ്റവും പ്രധാനമായി പാർട്ടി അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായത്. കാരണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ മണ്ഡലങ്ങൾ മാറി നിന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മണ്ഡലത്തിൽ ശ്രദ്ധിക്കാതെയാണ് ഇവർ അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത്. മണ്ഡലം ശ്രദ്ധിച്ചവർ ജയിച്ചു എന്നുള്ള ഒരു ആക്ഷേപവും ഉന്നയിച്ചിട്ടുണ്ട്. കഴക്കൂട്ടവും ചാത്തന്നൂരും അതിന് ഉദാഹരണമാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സഭയ്ക്കെതിരായിട്ടുള്ള പി.സി. ജോർജിന്റെ ഒരു പരാമർശം, അതിൽ രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്. കോർ കമ്മിറ്റി യോഗത്തിൽ ഷോൺ ജോർജിനും പി.സി. ജോർജിനും എതിരെയാണ് അനവസരത്തിലായിപ്പോയി അത്തരത്തിലുള്ള ഒരു വിമർശനം എന്നുള്ളതാണ് ഉയർന്നു വന്നത്. ഒപ്പം ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. സംഘടനാ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായി, ഏകപക്ഷീയമായി പോയി എന്നടക്കമുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. എന്തായാലും നിയമസഭാ കക്ഷി നേതാവായി കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരനെ തിരഞ്ഞെടുത്തു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. സഭാ കക്ഷി നേതാവായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ് നേരത്തെയൊക്കെ തന്നെ ഉയർന്നു കേട്ടതെങ്കിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നതിനാൽ വി മുരളീധരൻ തന്നെ നിയമസഭയിൽ നയിക്കട്ടെ. 3 എംഎൽഎമാരുണ്ട്, വലിയ വിജയം ബി.ജെ.പിക്ക് എന്ന് തന്നെ അവകാശപ്പെടാം. വി മുരളീധരൻ നിയമസഭയിൽ കക്ഷിയെ നയിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അനൂപ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.